ഓരോ ദിവസവും ഇപ്പൊ വർഗീയ വിഷം തുപ്പുന്നതിൽ ഏറ്റവും വലിയ വിഷം ഏതാണ് എന്ന കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംശയമുള്ളൂ. ആ നിലക്ക് നിരന്തരമായി വർഗീയതയും അതുപോലെ തന്നെ തനിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിക്കുന്നവരെ തീവ്രവാദ പട്ടവും ഒക്കെ ചാർത്തുന്ന ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അതിനനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ തള്ളിക്കളയാത്തത് രണ്ടേ വ്യക്തികളാണ്, അല്ലെങ്കിൽ രണ്ട് വ്യക്തികളും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയുമാണ്. ഒന്ന് ശ്രീ പിണറായി വിജയനും മറ്റൊന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷും. അവരോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് തള്ളിക്കളയാൻ പോലുമുള്ളൊരു ആർജവം, ഒരു സമീപനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നൊരു നിലപാടാണ് സമീപ കാലങ്ങളിലൊക്കെ അവരുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയത്ത് കേരളം ആ പ്രസ്താവനകളെ തള്ളിക്കളയുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിച്ച ഇടതുപക്ഷ മുന്നണിയെയും ആ പ്രസ്താവനകളെയും തള്ളിക്കളയുന്ന ഒരു സമീപനം കേരളം സ്വീകരിച്ചപ്പോ CPM ആ പ്രസ്താവനയെ തള്ളിക്കളയാൻ തയ്യാറാകുന്നില്ല, CPM നേതൃത്വം ആ പ്രസ്താവനകളെ തള്ളിക്കളയാൻ തയ്യാറാകുന്നില്ല, കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അനാവശ്യമായി കേസെടുക്കുന്ന, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ഇപ്പൊ KPCCയുടെ നേതാവായ N സുബ്രഹ്മണ്യനെ അടക്കം കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. എന്നാൽ അങ്ങേയറ്റം വർഗീയ വിഷം തുപ്പുന്ന ഇത്തരം വ്യക്തികൾക്കെതിരായി ഒരു കേസെടുക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ ഉള്ള ഒരു സമീപനം സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ഈ പ്രസ്താവനകളുടെയൊക്കെ കൂടെ ഉണ്ട്, അതിന്റെ ഒപ്പുവെക്കുന്ന ഒരു സമീപനമാണ് CPM-ഉം അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, PK ഫിറോസിനകത്ത് ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ ഈ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വർഗീയതക്കെതിരായിട്ട് സംസാരിക്കാനുള്ള മുഖ്യധാരയുടെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ എന്തുമാത്രം നിർവഹിക്കുന്നുണ്ട്? ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്നു, കേരളത്തിലെ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവിനോട് ഇദ്ദേഹം പറയുന്നത് വർഗീയതയാണോ വ്യാജമാണോ എന്ന് ചോദിച്ചാൽ അവർ എസ്കേപ്പ് ചെയ്യാണല്ലോ, അതെന്തുകൊണ്ടാണ്? അല്ല, അത് പല സമീപനങ്ങളുണ്ട്. അപ്പൊ അവരൊന്നും ഈ പ്രസ്താവനകളെ ഓൺ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, യാതൊരു സംശയമില്ല. ഈ വർഗീയ വിഷം ആ നിലക്ക് ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ ആ നിലക്ക് ഓൺ ചെയ്യേണ്ട ഒരു സംഗതി അല്ല എന്ന നിലക്കുള്ളൊരു സമീപനം സ്വീകരിക്കുന്നവരുണ്ട്. പക്ഷേ ഭരണകൂടം അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്. ഇപ്പൊ പ്രസ്താവനയോട് ഏത് നിലക്ക് പ്രതികരിക്കണം എന്നൊക്കെ ഉള്ളത് ഓരോ വ്യക്തികളുടെ കാര്യമാണ്. പക്ഷേ ഭരണകൂടം അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്നത് വസ്തുതയാണ്. ഭരണകൂടം ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്നുള്ളത് വസ്തുതയായി ഇവിടെ നിൽക്കെ തന്നെ നിങ്ങളുടെ മുന്നണിയിലെ മദർ പാർട്ടി ആയിട്ടുള്ള കോൺഗ്രസ് ഒരു ഘട്ടത്തിലും അതിശക്തമായ നിലപാട് വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയതയ്ക്കെതിരെ സ്വീകരിക്കുന്നത് നാം കാണുന്നതേയില്ല. ഈ പറയുന്നത് വർഗീയതയാണ്, ഇത് വിഭജിക്കലാണ് എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശനെ തള്ളുന്നില്ല. ഞങ്ങൾ യോജിക്കുന്നില്ല, ആ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായ നേതാവിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല, വർഗീയത ആര് പറഞ്ഞാലും കുറ്റമാണ് എന്നൊക്കെയുള്ള വഴുക്കൻ വാചകങ്ങളല്ലാതെ ഈ വർഗീയത പറയുന്ന മനുഷ്യനെ കാർക്കശ്യ സ്വഭാവത്തിൽ തള്ളിക്കളയാൻ കേരളത്തിലെ മുഖ്യധാരാ പാർട്ടികളെല്ലാം ഭയപ്പെടുന്നു എന്നതിന്റെ ആനുകൂല്യമല്ലേ ഫിറോസ് അയാൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഞാൻ കരുതുന്നില്ല. കാരണം ഇപ്പൊ ഒരു പ്രസ്താവനയെ, ഈ ഇത്തരം വർഗീയത പറയുന്ന ഒരു പ്രസ്താവനയെ തള്ളിക്കളയുന്നു എന്ന് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനോട് ആരും അനുകൂലിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അത്തരം ഒരു സമീപനം അവർക്ക് സ്വീകരിക്കുന്നത്. അതേസമയത്ത് ഭരണകൂടം അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്. സംസ്ഥാനം ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ്, ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം എന്താണ്? ആ ഉത്തരവാദിത്തം അവർ നിർവഹിക്കാതിരിക്കുകയും മറ്റുള്ളവർ ഈ പ്രസ്താവനയോട് ഏത് നിലക്ക് പ്രതികരിക്കുന്നു എന്ന് നോക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമല്ല യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇതിനോട് അഴകുഴമ്പൻ സമീപനം മാത്രമല്ല, ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ട് എന്നൊരു നിലപാട്. കാരണം അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്ന വേദിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം എങ്ങനെയായിരുന്നു, മന്ത്രിമാരുടെ പ്രസംഗം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന്റെ വാക്കുകളെ ന്യായീകരിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറഞ്ഞാൽ അത് സമുദായത്തെ ചിത്രീകരിക്കുന്ന ഒരു സമീപനം കേരളത്തിലുണ്ട്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് ഒപ്പുവെക്കുന്ന ഒരു സമീപനം കേരളത്തിന്റെ ശരി. അപ്പൊ സർക്കാരിന് അക്കാര്യത്തിൽ സവിശേഷമായ അധിക ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് PK ഫിറോസ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. താങ്ക് യു ഫിറോസ്. എന്റെ കൂടെ സൈഫ് സൈൻലാബ്ദീൻ കൂടി ചേരുന്നു. സൈഫ്, ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു വർഗീയ നുണയെ മാധ്യമ പ്രവർത്തകൻ ചോദ്യം ചെയ്യുകയും അതിനെ എക്സ്പോസ് ചെയ്യുകയും പൊളിക്കുകയും ചെയ്യുന്നത്. അതിനെ ആ സന്ദർഭത്തെ മുൻനിർത്തിക്കൊണ്ടെങ്കിലും വെള്ളാപ്പള്ളി നടേശനോടുള്ള പൊസിഷനിൽ മാറ്റം വരുത്താൻ CPM-നോ സർക്കാരിനോ കഴിഞ്ഞോ എന്ന ചോദ്യം അവിടെ ഉണ്ട്. ഒപ്പം തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കൂ, അതിനകത്ത് ലെഫ്റ്റ് ഹാൻഡിലുകൾ, മതനിരപേക്ഷ മനസ്സുള്ള ആളുകൾ പൊതുവെ ഒരു വീഡിയോയെ ഏറ്റെടുക്കുന്നതിൽ എന്തുമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട്. പൊതുവെ മാധ്യമങ്ങൾ ഇതിനെല്ലാം ഒരു പ്രതികരണം എന്തായിരുന്നു ആ ദിവസം? അതോ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമായിരുന്നോ വെള്ളാപ്പള്ളിയുടെ ആ പൊളിയൽ വാർത്തയായത്?